ഹായ് ഹലോ, ദേവസ് ദിജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷവും നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഞാനിനി തലേ ദിവസം ഉഴുന്നും അരിയെല്ലാം അരച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് രാവിലെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചധികം മാവുണ്ടായിരുന്നത് കൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്കും കൂടെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രാവിലത്തേക്കുള്ള ഇഡലി സെറ്റ് ചെയ്യാനായിട്ട് ഇഡലി തട്ടെടുത്ത് അതിലേക്ക് എണ്ണയെല്ലാം ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇഡലിയൊക്കെ അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ സാമ്പാറും ചമ്മന്തിയും എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. സാമ്പാറിനാവശ്യമായ കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് അത് കുക്കറിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടിയും ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് അതിൻ്റെ ഒന്ന് നിറം എല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന സാമ്പാറും കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാമ്പാർ റെഡിയായപ്പോഴത്തേക്കും നമ്മുടെ ഇഡലിയും കൂടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ചമ്മന്തിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇഡലി തട്ടിലെ ചൂടെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞപ്പം ഇഡലിയെല്ലാം ഒന്ന് ഒരു സ്പൂണിൻ്റെ ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് കറി വെച്ചത് ചക്കക്കുരു തോരനാണ്. ചക്കക്കുരു തോരൻ വെച്ചു. പിന്നെ തലേദിവസത്തെ മീൻകറി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്തേ. പിന്നെ കുറച്ച് നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നേ, അത് പെട്ടെന്നൊന്ന് തേങ്ങ അരച്ച് തൈരൊഴിച്ച് പഴമാങ്ങ കറിയും കൂടെ പെട്ടെന്നൊന്ന് റെഡിയാക്കിയെടുത്തേ. ഇനി നമുക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. നമ്മുടെ പയറും പാവലും എല്ലാം അതിൻ്റെ കായ്ഫലമൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ചീത്തയായി പോകാനായിട്ട് തുടങ്ങി, ഇലയൊക്കെ ഒന്ന് വാടി പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു അതെല്ലാം ഒന്ന് പറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പയറൊക്കെ ഇടാനായിട്ടുള്ള ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ആ പയറിൻ്റെ വള്ളിയെല്ലാം പാവലിൻ്റെയും പയറിൻ്റെയും എല്ലാം വള്ളിയെല്ലാം ഒന്ന് മൊത്തം വെട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാവലും പയറും എല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി അവിടുത്തെ പുല്ലെല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം അടുത്ത കൃഷി നടാനായിട്ടുള്ള പയറും പാവലും ഒക്കെ നടാനായിട്ടുള്ള മണ്ണെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ടൗണിൽ പോയപ്പോൾ കുറച്ച് വിത്തൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഇളക്കിയ മണ്ണിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് നട്ടു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം നട്ടു കൊടുക്കുന്നത് പയറിൻ്റെ വിത്താണ്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.